നമസ്കാരം. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര പ്രാധാന്യമേറിയ ഒരു സമര മുഖത്തിലൂടെയാണ് വഖഫ് അധിനിവേശത്തിനെതിരെ പോരാടുന്ന മുനമ്പം ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, ജനിച്ച മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മുനമ്പം ജനതയുടെ ആ ഒരു സമരത്തെ ഈ അടുത്ത ദിവസങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ ഉപയോഗിച്ച് ആ ഒരു സമരത്തിന്റെ ആ ഒരു പ്രസക്തി അല്ലെങ്കിൽ ആ സമരം മുന്നോട്ട് വെക്കുന്ന കോറായിട്ടുള്ള ആ ഒരു ആശയത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില പ്രവണതകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ന്യൂനപക്ഷകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. മുൻപത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതാണോ മന്ത്രി അബ്ദുറഹ്മാൻ അങ്ങയുടെ കണ്ണിൽ വർഗീയത? ഒപ്പം ഈ വഖഫ് വിഷയം, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആകമാനം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ ഒരു വഖഫ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്വത്ത് ചൂണ്ടിക്കാട്ടി ആ ഒരു ആശയത്തെ അല്ലെങ്കിൽ വഖഫ് മുന്നോട്ട് വയ്ക്കുന്ന അധിനിവേശ സ്വഭാവമുള്ള ഭീഷണിയെ ആ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് ഈ വിഷയങ്ങൾക്ക് മറുപടിയുമായി നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, അങ്ങേക്ക് ഈ പ്രോഗ്രാമിലേക്ക്. അച്ഛൻ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് മുനമ്പം ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ശ്രദ്ധ മാത്രമല്ല, അന്താരാഷ്ട്ര ഒരു ശ്രദ്ധയിലേക്ക് മുനമ്പം ജനത വന്നിരിക്കുന്നു. മുനമ്പം ജനത നടത്തുന്ന വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടം വന്നിരിക്കുന്നു. ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. പലപ്പോഴും ഇത്തരം ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈ ഒരു സമരത്തെ പല വ്യാജ പ്രചരണങ്ങൾ ഉപയോഗിച്ച് തമസ്കരിക്കുന്ന ഒരു പ്രവണത അടുത്ത നാളുകളിൽ ശക്തിപ്പെടുകയാണ്. വിഴിഞ്ഞം സമരത്ത് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. മലയോര മേഖലയിൽ ഈ ബഫർ സോണിനെതിരെ ഒക്കെ പോരാടുന്ന ആ ഒരു സമര കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വൈദികരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത, അതും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അത്തരം ഒരു പരാമർശങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന വൈദികരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, മുൻപത്ത് നമ്മൾ കാണുന്ന അസാധാരണമായ ഒരു ഐക്യദാർഢ്യം ആണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ തീരദേശവാസികളുടെ പ്രശ്നത്തോട് കേരളത്തിലെ മതേതര മനസ്സുള്ള എല്ലാവരും ഒരുമിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമ്മൾ മുൻപത്ത് കാണുകയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നടന്ന ജനകീയ സമരങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പിന്തുണയും ജനപങ്കാളിത്തവും, അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമസ്കരിച്ചു വയ്ക്കണം എന്ന് പുറം ലോകം അറിയരുതെന്ന് പരമാവധി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടും ജോർജി സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധയിൽ വരെ മുനമ്പം വിഷയം എത്തിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് അവിശ്വസനീയമായ ഒരു ഐക്യദാർഢ്യം അവിടെ കാണുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർ മാത്രമല്ല, ഹൈന്ദവരും മതേതര സ്വഭാവമുള്ള ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ മതരാഷ്ട്രീയത്തിനപ്പുറം ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു സമരത്തോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ വഖഫിന്റെ കിരാതമായ നടപടികളിലൂടെ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ, അവരുടെ വസ്തുവകൾ കവർന്നെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒളിഞ്ഞും രാത്രിയുടെ ഇരുളിന്റെ മറവിലും അധികാരത്തിന്റെ ഇരുണ്ട അന്തഃപുരങ്ങളിൽ ഇരുന്ന് അവർ നടപ്പിലാക്കിയ തീട്ടൂരങ്ങൾ കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ, അവരുടെ സ്വത്തുവകൾ അപഹരിക്കണമെന്ന് ദുരാഗ്രഹമുള്ള കൊള്ളക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ ജനാധിപത്യ സഹന സമരങ്ങളെയും തോൽപ്പിക്കാൻ ചരിത്രത്തിൽ എന്നും ശ്രമിച്ചിട്ടുള്ള അതേ ഹീനമായ ഗീബൽസിയൻ തന്ത്രം ഇവരിവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തന്ത്രം ഇവർ ഇതിനു മുമ്പ് കേരളത്തിന്റെ ജനകീയ സമരങ്ങളിൽ പലയിടങ്ങളിൽ പയറ്റി വിജയിക്കുകയും സമരക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും അവരുടെ ഐക്യദാർഢ്യത്തെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ജോർജി, നമ്മളിവിടെ വി അബ്ദുറഹിമാന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ
ഈ കത്തോലിക്ക സഭയ്ക്ക് ഈ വഖഫിനേക്കാൾ ആസ്തി ഉണ്ടെന്നുള്ള നുണപ്രചരണത്തെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ പ്രചരണങ്ങളെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുനമ്പ സമരത്തിന്റെ മുനയൊടിക്കാനുള്ള കുടിലബുദ്ധികളുടെ ആവിഷ്കാരമാണെന്നുള്ളതാണ്. ഇത് മുനമ്പ സമരത്തിന്റെ മുനയൊടിച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ നുണപ്രചരണങ്ങൾക്ക് പിറകിലുള്ളത്, വ്യാജ പ്രചരണങ്ങൾക്ക് പിറകിലുള്ളത്. ഇത് ആദ്യം തിരിച്ചറിഞ്ഞാൽ തികഞ്ഞ അർഹിക്കുന്ന അവജ്ഞയോടെ ഇജാതി പ്രസ്താവന ഇറക്കുകയും അത് ഇറക്കുന്നവരെയും നമുക്ക് പടിക്ക് പുറത്തു നിർത്താൻ പറ്റും. ഈ അബ്ദുറഹിമാൻ പരമയോഗ്യനാണ് കണ്ടാൽ. ഇയാളുടെ ചില പ്രസ്താവനകൾ നമുക്ക് ഇന്ന് ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. കേരള ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ ബുദ്ധിപ്രകർഷം വല്ലാണ്ട് ചർച്ച ചെയ്തു പോയതാണല്ലോ. ഈ 2023 ഈ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് കളി കാര്യവട്ടത്ത് നടക്കും. ഇദ്ദേഹം അന്ന് നമ്മുടെ സ്പോർട്സ് മന്ത്രിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അവിടാണ് എന്റർടൈൻമെന്റ് ടാക്സ് ഈ ടിക്കറ്റിന് മേൽ ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തിയപ്പോൾ സാധാരണ മനുഷ്യരൊക്കെ അതിനോട് പ്രതികരിക്കുകയും ഇത് പാവപ്പെട്ട സാധാരണക്കാർക്ക് ഈ ക്രിക്കറ്റ് കളി അപ്രാപ്യമാകും, ഇത് വരേണ്യവർഗത്തിന്റെ ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാകുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഈ അബ്ദുറഹിമാന്റെ വിവാദ പ്രസ്താവന ജോർജി ഓർക്കുന്നുണ്ടാവും. അന്ന് മാധ്യമങ്ങളൊക്കെ അത് ചോദിച്ചതാണ്. അദ്ദേഹം പറയാണ്, പട്ടിണി കിടക്കുന്നവർ, ദരിദ്രവാസികൾ ക്രിക്കറ്റ് കാണണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിലെ സവർണ മാടമ്പിത്വവും അയാളുടെ മനസ്സിലെ ഈ ആഢ്യവർഗത്തോടുള്ള പക്ഷം ചേരലും പാവപ്പെട്ടവനോടും അർദ്ധപട്ടിണിക്കാരനോടും തീരദേശവാസിയോടുമുള്ള അയാളുടെ പുച്ഛവുമാണ് ഈ പ്രസ്താവനകളിലൂടെ ഒന്നൊന്നായി വെളിയിൽ വരുന്നത്. അപ്പോൾ ദരിദ്രവാസികൾക്ക് ക്രിക്കറ്റ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ ഈ മന്ത്രിയുടെ മറ്റൊരു വിവരദോഷമാണ് ഇപ്പോൾ മുനമ്പത്ത് നമ്മൾ കണ്ടത്. അയാൾ പറയാണ്, ലോഹയിട്ട ആളുകൾ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നലം തികഞ്ഞ വർഗീയ പ്രസ്താവനകൾ നിരന്തരം പറഞ്ഞ ആളാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് വിഴിഞ്ഞത്ത് ഇടപെട്ട ഒരു കാര്യം ജോർജി ഓർക്കുന്നുണ്ടല്ലോ. എത്ര നീണ്ട ഒരു സഹന സമരമാണ് വിഴിഞ്ഞത്തെ പാവപ്പെട്ട മനുഷ്യർ നടത്തിയത്. അവർക്ക് മുമ്പിൽ നിൽക്കുന്നത് ഈ മനുഷ്യരുടെ ഒപ്പം അവരുടെ കണ്ണുനീരിന്റെയും കിനാവിന്റെയും ഒപ്പം നടക്കുന്ന കുറച്ച് വൈദികരാണ്. അപ്പോൾ അവരെ അദ്ദേഹം വിളിക്കുന്നത് വിഴിഞ്ഞ സമരത്തിന് അല്ലെങ്കിൽ പ്രോജക്റ്റിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ദേശസ്നേഹമില്ലാത്ത ആളുകളാണെന്നാണ്. അപ്പോൾ ഇത്രയൊന്നും പറയാനായിട്ടുള്ള ആളായിട്ടില്ല ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ ഇന്ത്യയിലെ ആളുകളുടെ വോട്ട് മേടിച്ച്, കേരളത്തിലെ ആളുകളുടെ വോട്ട് മേടിച്ച് ഒരു മന്ത്രിയായെന്ന് വെച്ചുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യനെ അധികാരത്തിന്റെ ധാർഷ്ട്യം പ്രയോഗിച്ച് അടിച്ചമർത്താനെന്നുള്ള ആളായിട്ടില്ല ഈ മന്ത്രി. അതുകൊണ്ട് വാതുറന്നാൽ തന്റെ തനി സ്വരൂപം, വിവരക്കേട് പൊതുസമൂഹം അറിയുമെന്നുള്ളത് കൊണ്ട് വാതുറക്കാതിരിക്കുകയാണ് ഈ മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വില നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏക കാര്യം എന്ന് പറയും. അപ്പോൾ വിഴിഞ്ഞത്ത് നടത്തിയതിന്റെ മറ്റൊരു ആവർത്തനമാണ് ഈ മുനമ്പത്ത് അദ്ദേഹം നടത്തുന്നത്. ലക്ഷ്യം വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാവപ്പെട്ടവരോടുള്ള തികഞ്ഞ പുച്ഛവും സവർണ ആഢ്യ മനോഭാവവും വെളിയിൽ കാണിക്കുന്ന പ്രസ്താവനകളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ മനുഷ്യർക്ക് പണത്തിന് കുറവുണ്ടാവും, പക്ഷെ ആത്മാഭിമാനത്തിനെ തൂക്കി നോക്കാൻ അവിടെയുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നവരെയോ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് തൂക്കം നിർണയിക്കാൻ ഈ മന്ത്രി 10 ജന്മം ജനിച്ചാലും പോരാതെ വരും ജോർജി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. മുനമ്പത്തെ സമരം, അതിന് വളരെ മനോഹരമായ മറുപടി നമ്മുടെ തട്ടിൽ പിതാവ് ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ലോഹ എന്ന് പറയുന്നത് ഈ പുരോഹിതരുടെ വസ്ത്രമാണെങ്കിൽ അത് ഊരി വെച്ചിട്ട് മന്ത്രിയുടെ ഭാവനയ്ക്കനുസരിച്ച് ഷർട്ടും പാന്റും ഇട്ടുകൊണ്ടോ കൈലിയും ബനിയനും ഇട്ടുകൊണ്ടോ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിന് വളരെ ഭംഗിയായി ഈ സീറോ മലബാർ സഭയുടെ പിതാവും തലവനും തന്നെ മറുപടി കൊടുത്തിട്ട്. ഇപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഈ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, ഈ വഖഫ് വിഷയം, അതിന്റെ കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള നിഗൂഢ അജണ്ട പൊതുസമൂഹം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കത്തോലിക്ക സഭയ്ക്ക് 17 കോടി ഏക്കർ സ്ഥലം ഭാരതത്തിലുണ്ട് എന്ന തരത്തിലേക്ക് ചില പ്രസ്താവനകൾ വരുന്നു. ഞങ്ങളുടെ ഈ വഖഫിന്റെ കയ്യിൽ 9 ലക്ഷം ഏക്കർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്, കത്തോലിക്ക സഭയെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ പാവപ്പെട്ടവരാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയോട് കൂടി തന്നെയുള്ള ഒരു പ്രസ്താവന തന്നെയല്ലേ? അതായത് ഈ കാര്യങ്ങൾ അധികമൊന്നും അറിയില്ലാത്ത പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകൾ ഇങ്ങനെ വഴിതിരിച്ചുവിടുക, ചർച്ച വഴിതിരിച്ചുവിടുക എന്ന രീതിയിലേക്കല്ലേ ഈ പ്രസ്താവന നടത്തുന്നവർ ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാദർ ടോം മല്ലിക്കൽ. അത് തന്നെയാണ്
ഈ സമരത്തിന്റെ മുനയൊടിക്കാനുള്ള ശ്രമങ്ങളിൽ രണ്ടാമത്തതാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം ഒരൊറ്റ കൂട്ടുകെട്ടാണ്. ഇതെല്ലാം ഒരു കൂട്ടുകെട്ടാണ്. പല വേഷങ്ങളിൽ ആടിയാലും ലക്ഷ്യം ഒന്നാണ്. ആ ലക്ഷ്യം സാധിക്കാനുള്ള അടുത്ത സ്റ്റെപ്പാണ് കത്തോലിക്ക സഭയുടെ ആസ്തി കാണിക്കുന്നത്. അതല്ലല്ലോ ഇവിടെ വിഷയം. കത്തോലിക്ക സഭ ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുക്കുകയോ ആരെങ്കിലും മറ്റാരുടെയെങ്കിലും ഭൂമി ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തതോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അതിനുവേണ്ടി നടക്കുന്ന സമരവുമല്ല വിഷയം. വിഷയത്തിൽ നിന്ന് പൊതുശ്രദ്ധ മാറ്റിവിട്ട് ഈ വഖഫ് ഒരു ചെറിയ മീനാണ് കത്തോലിക്ക സഭയുടെ മുമ്പിൽ എന്ന് പറയാൻ അങ്ങനെ പ്രചരിപ്പിക്കുകയും ഈ സമരത്തിന് നിൽക്കുന്ന ആളുകളുടെ മനോവീര്യം നശിപ്പിച്ച് കളയുകയും പൊതുസമൂഹത്തിനിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യണം. ഇവര് പറയാണ് 17.29 കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിലുണ്ട്. ജോർജി, നമ്മുടെ കേരളവും കർണാടകയും തമിഴ്നാടും മഹാരാഷ്ട്രയും കൂടെ ഉള്ള മുഴുവൻ ഭൂവിസ്തൃതി ചേർന്നാലും ഈ 17.29 കോടി ഏക്കറിൽ താഴെ വരുള്ളൂ എന്ന് ഓർക്കണം. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കൃഷിയും ജനവാസവും ഉള്ള മുഴുവൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 51 കോടി ഏക്കർ മാത്രമാണ്. ഇതിൽ 17 കോടി ഏക്കർ കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ കത്തോലിക്ക സഭ ഇത്തിരി ഉള്ളത്, ജനസംഖ്യ ഉള്ളത്? കേരളത്തിൽ, പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടാണ് കത്തോലിക്ക വളരെ നാമമാത്രമായ സാന്നിധ്യം? ഈ ആളുകളെ കുറിച്ചാണ് പറയുന്നത് 17.29 കോടി ഏക്കർ ഇവരുടെ കയ്യിലുണ്ട്. പറയുന്നവന് ഒരല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സംഗതി വേണ്ടേ ജോർജി? അപ്പൊ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ഫാദർ ടോം വലിക്കരോട്ട്. ഈ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടിയിട്ടാണ് ഇത്തരത്തിൽ ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ ഇങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ പറയാന്നെങ്കിലും പറയാൻ പഠിച്ചത് എന്നാണ് അതിന്റെ മറ്റൊരു രസകരമായിട്ടുള്ള വാസ്തവം. ഈ സഭയുടെ കീഴിലുള്ള സ്വത്ത് എന്ന് പറയുന്നത് കത്തോലിക്കരുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്, ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നില്ല. ജോർജി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ സഭയുടെ കയ്യിലുള്ള സ്വത്ത് ജോർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ആരുടെയും പിടിച്ചെടുത്തതോ അധിനിവേശം നടത്തിയതോ തിന്നാൽ ദഹിക്കാത്തതോ അല്ല, നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്. നമ്മുടെ ആളുകൾ കൊടുത്ത മുതലാണ്. അത് അന്യന്റെ മുതല് പിടിച്ചതും കട്ടതും അധിനിവേശം നടത്തി വെച്ചിരിക്കുന്നതും അല്ല. ഇനി അത് എന്തിനാണ് ഉപയോഗിച്ചത്? ഈ കത്തോലിക്ക സഭയ്ക്ക് 40,000-ലധികം സ്കൂളുകൾ ഈ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ 400-ലധികം കോളേജുകളും 6 യൂണിവേഴ്സിറ്റികളും ഉണ്ട്. 240-ലധികം മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. 8.5 ലക്ഷത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിപുലമായ ആശുപത്രി ശൃംഖലകളും എണ്ണമറ്റ ക്ലിനിക്കുകളും ഉണ്ട്. വൃദ്ധരും അനാഥരും ആലംബഹീനരുമായ മനുഷ്യരെ പരിചരിക്കുന്ന ശരണാലയങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ ഉള്ള സ്വത്ത് എന്തു ചെയ്യുകയാണ് ചെയ്തത്? ഇവിടെയൊക്കെയും കത്തോലിക്കരെ മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത്, കത്തോലിക്കരെ മാത്രമല്ല ചികിത്സിച്ചിട്ടുള്ളത്, കത്തോലിക്കർക്ക് മാത്രമല്ല അഭയം കൊടുത്തിട്ടുള്ളത്. നാനാജാതി മതസ്ഥർക്ക് വിദ്യ അഭ്യസിക്കാൻ, മനുഷ്യോചിതമായിട്ട് ജീവിക്കാൻ, മനുഷ്യന്റെ അന്തസ്സോടുകൂടി മരിക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഈ കത്തോലിക്ക സഭ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള ഭൂസ്വത്ത് കൊണ്ട് നാളിതുവരെ ചെയ്തിട്ടുള്ളത്. സ്വന്തം സമുദായത്തെ വളർത്താൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആളുകളെ മാത്രം വലുതാക്കാൻ വേണ്ടിയിട്ടല്ല, മതനിരപേക്ഷമായി വിശാലമായ മാനവിക മനസ്സോടുകൂടി ഈ പൊതുസമൂഹത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിലുള്ള സ്വത്ത് നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജോർജി, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് കേരളത്തിലെ 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കത്തോലിക്കരുടേതാണ്. നമ്മൾ ഓർക്കണം, ഈ 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന 80% വിദ്യാർത്ഥികൾ അക്രൈസ്തവരായിരുന്നു. ഇവർക്ക് എവിടുന്നാണ് ശമ്പളം കൊടുത്തിരുന്നത്? ക്രൈസ്തവ സമുദായം തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ടാണ് അധ്യാപകർക്കുള്ള കാശ് കൊടുത്തത്, ഗവൺമെന്റ് അല്ല. അങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ആസ്തിയെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇല്ലാത്തത് പെരുപ്പിച്ചു കാട്ടി ഇവർ പറയുന്നത് ഗവൺമെന്റിന്റെ ഏതോ സൈറ്റിലുണ്ടെന്ന്. ഏത് സൈറ്റ്? അങ്ങനെ ഒരു സൈറ്റ് ഇല്ല. ഇത് നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ചിട്ട് മുനമ്പ സമരത്തിന്റെ മുനയൊടിച്ചു കളയാനുള്ള ഒരു ഗീബൽസിയൻ നുണതന്ത്രമാണെന്നുള്ളത്
നമ്മൾ തിരിച്ചറിയുകയും ഇത്തരക്കാർക്ക് അർഹിക്കുന്ന അവജ്ഞയോടെ മാറ്റി നിർത്തുകയുമാണ് ജോർജി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് സാധിച്ചില്ലെങ്കിൽ വി അബ്ദുറഹിമാന്റെ പ്രസ്താവന, അദ്ദേഹം ന്യൂനപക്ഷത്തിന്റെ മന്ത്രിയാണ്, മുസ്ലിങ്ങളുടെ മാത്രം മന്ത്രിയല്ല. ഈ ന്യൂനപക്ഷങ്ങളിൽ രണ്ടാമത് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ അവരുടെ നേതൃത്വത്തെ മാനിക്കാനും ബഹുമാനിക്കാനും സുരക്ഷിത ബോധം കൊടുക്കാനും പറ്റാതെ താൻ ഏതോ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ചുമതലക്കാരനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അദ്ദേഹം ജീവിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട്, ജനാധിപത്യ സംവിധാനത്തോട് അദ്ദേഹം കാണിക്കുന്ന അപമര്യാദയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരം നുണപ്രചരണങ്ങളുമായി യൂട്യൂബ് ചാനലുകളിൽ നിരന്തരം വരുന്ന ആളുകൾ കത്തോലിക്ക സഭയുടെ ആസ്തിയെക്കുറിച്ച് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന തലതിരിഞ്ഞ പരിപാടിയുമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവ്വം ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള പൊതുസമൂഹം, ക്രൈസ്തവ സമൂഹം, മുനമ്പ സമരത്തെ അനുഭാവപൂർവ്വം നോക്കുന്ന ആളുകൾ തികഞ്ഞ ജാഗ്രതയോടെ ഈ സമരത്തിന്റെ മുനയൊടിക്കാനുള്ള സകല കുതന്ത്രങ്ങളെയും കരുതിയിരിക്കുകയും അതിനെതിരെ നിതാന്ത ജാഗ്രത കാണിക്കുകയും നമ്മുടെ ഐക്യവും കെട്ടുറപ്പും കൂട്ടായ്മയും നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുകയും വഖഫ് എന്ന് പറയുന്ന ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമായിട്ടുള്ള ഈ ദുർനിയമം പൊളിച്ചെഴുതുന്നതുവരെ, ഈ കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണത്തിലൂടെ അതിന്റെ അടിവേററുക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നുള്ള ഉറച്ച നിലപാടുമായിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ജോർജി നമുക്ക് ഈ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും കരണീയമായി. ചെറിയ മീനാണ് എന്നൊക്കെ അവകാശപ്പെടുന്നവർക്ക് ധൈര്യമുണ്ടോ ഈ വഖഫിന്റെ കീഴിലുള്ള ഈ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ വസ്തുക്കൾ പൊതുസമൂഹത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്ന തരത്തിലുള്ളൊരു അന്വേഷണം നേരിടാൻ ഇവർക്ക് ധൈര്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ പ്രസക്തമാണ്. ഏറ്റവും അവസാനമായിട്ട് ഫാദർ ടോം ഒലിക്കറോട്ട്, ഈ വൈദികർക്ക് നേരെ, ഈ പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതർക്ക് നേരെ, കത്തോലിക്ക മത മേലധ്യക്ഷന്മാർക്ക് നേരെ ഇത്തരത്തിൽ അവർ വർഗീയവാദികളാണ് എന്ന തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ, അവര് ഈ ഒരു കാര്യം കൂടി ഇവരുടെ ഈ ഒരു ആക്ഷേപത്തിന് പിന്നിൽ ലക്ഷ്യം വെക്കുന്നില്ലേ? അതായത് ഈ വൈദികർ അൾത്താരയിൽ മാത്രം ശുശ്രൂഷ ചെയ്താൽ മതി, ആ പള്ളി പരിസരത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് ഇവർ പറയാതെ പറയുകയല്ലേ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ? ഫാദർ ടോം ഒലിക്കറോട്ട്. ജോർജി, ഇത് വൈദികർക്ക് തങ്ങളുടെ പ്രവർത്തന രീതി പഠിപ്പിച്ചു കൊടുക്കേണ്ട ചുമതലയൊന്നും ഇവരെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. വൈദികർക്കറിയാം എന്താണ് പ്രവർത്തിക്കേണ്ടത്. അവർ ഒരു സമൂഹത്തിന്റെ നേതൃസ്ഥാനത്ത് ഉള്ള ആളുകളാണെങ്കിൽ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ലോകത്തിന്റെയോ ചരിത്രവും അതിന്റെ വളർച്ചയും പഠിച്ചവർക്കറിയാം വൈദികർ എവിടെ നിന്നാണ് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിച്ചത്. അത് കുട്ടനാട്ടിലും ഹൈറേഞ്ചിലും മലബാറിലും വഴിവെട്ടുന്നതിനും പാലം പണിയുന്നതിനും കരണ്ട് കൊണ്ടുവരുന്നതിനും ഏറ്റവും മുമ്പിൽ നിന്ന് അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ നടക്കുകയും ചെയ്തത് പുരോഹിതരാണ്. അന്നുമുണ്ടായിരുന്നു ഇത്തരം ചില ആളുകൾ അവരെ അപഹസിച്ച് ഈ സമൂഹത്തിനൊരു വളർച്ച ഉണ്ടാവുന്നത് തടയാൻ ശ്രമിച്ച ആളുകൾ. കേരളം കണ്ട ഏറ്റവും തീവ്രമായ കുടിയേറ്റത്തിനെതിരായ പോരാട്ടങ്ങൾ അമരാവതിയിലും അമ്പലവയലിലും കൊട്ടിയൂരും ഷിമോഗയിലും കുടിയേർക്ക് ദുർഭൂതം കൂകി വിളിച്ച് നടന്നപ്പോ പുരോഹിതരാണ് നെഞ്ചിവിരിച്ച് മുമ്പിൽ നിന്നിട്ട് പാവപ്പെട്ട മനുഷ്യന്റെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാനുള്ള സഹന സമരങ്ങൾക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകിയത്. വടക്കനച്ചനെയൊന്നും മറന്നു പോകാൻ പാടില്ല, വള്ളപ്പള്ളി പിതാവിനെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ മലബാറിന്റെ വികസനത്തിൽ, ഹൈറേഞ്ചിന്റെ വികസനത്തിൽ, കുട്ടനാടിന്റെ നിർമ്മിതിയിൽ പുരോഹിതർക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ കുർബാന ചൊല്ലി പള്ളിമുറിയിൽ ഇരുന്നവരല്ല പുരോഹിതർ. അവർ ഈ നാടിന് വേണ്ടി അധ്വാനിച്ചവരാണ്. ചരിത്രമറിയാത്തവർ, ഈ നാടിന്റെ വളർച്ചയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത വർഗീയതയുടെ തിമിരം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വൈദികരുടെ പ്രവർത്തനത്തിന് ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാൻ വരണ്ട എന്നുള്ളതാണ് നമുക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധമുണ്ട്. ഞങ്ങളുടെ പൂർവികർ എന്തു ചെയ്തു, മുൻപുണ്ടായിരുന്നവർ എന്തു ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് നല്ല അവഗാഹമുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചും നല്ല ഉറച്ച ബോധ്യമുണ്ടെന്നുള്ളതാണ് ജോർജി നമുക്ക് ഇവരോട് പറയാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഈ മുനമ്പം സമരത്തിന്റെ ആ ഒരു മുനയൊടിക്കുവാൻ നിഗൂഢ അജണ്ടയോടെ പ്രവർത്തിക്കുന്നവരുടെ ആ ഒരു ലക്ഷ്യം മൂർച്ചയുള്ള വാക്കുകളിലൂടെ തുറന്നു കാട്ടുകയായിരുന്നു ഫാദർ ടോം ഒലിക്കറോട്ട്. ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിലൂടെ നിലപാട് അറിയിച്ച, മറുപടി അറിയിച്ച ഫാദർ ടോം ഒലിക്കറോട്ട് അങ്ങേക്ക് നന്ദി. താങ്ക് യു.